നമസ്കാരം എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യുകെയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയായ MI6 പുതിയ മേധാവിയായി ബ്ലെയ്ഡ് മെട്രാവളി ഔദ്യോഗികമായി ഇന്ന് ചുമതലയേൽക്കും. റഷ്യ ഉയർത്തുന്ന ഗുരുതരമായ ഭീഷണിയെ സംബന്ധിച്ച് ശക്തമായ മുന്നറിയിപ്പ് അവർ നൽകും. ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പൊതുപ്രസംഗത്തിലാണ് അവർ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. സൈബർ ആക്രമണങ്ങൾ, നിർണായകമായ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് സമീപം റഷ്യൻ പിന്തുണയുള്ള സംഘടനകളുടെയും ഡ്രോണുകൾ പറത്തുന്ന സംഭവങ്ങൾ എന്നിവ ഉൾപ്പെടുന്ന ഹൈബ്രിഡ് യുദ്ധരീതികൾ വലിയ അപകടമാണെന്ന് മെട്രാവളി ചൂണ്ടിക്കാട്ടും. ആക്രമണ സ്വഭാവവും വ്യാപന ലക്ഷ്യവും പുലർത്തുന്ന നിലവിലെ അന്താരാഷ്ട്ര ആക്രമണത്തെ വെല്ലുവിളിക്കുന്ന റഷ്യയാണ് ഇതിന് പിന്നിലെന്നും അവർ വ്യക്തമാക്കും. പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെതിരെ യുക്രൈന്റെ പക്ഷത്തു നിന്ന് ബ്രിട്ടൻ സമ്മർദ്ദം തുടരുമെന്നും റഷ്യയുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങില്ലെന്നും അവർ ഉറപ്പു നൽകും. ഒക്ടോബർ 1 റിച്ചാർഡ് മൂറിന്റെ പകരക്കാരിയായി മെട്രാവളി MI6 ചുമതല ഏറ്റെടുത്തത്. ബ്രിട്ടന്റെ വിദേശ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ആദ്യ വനിതാ മേധാവി എന്ന നേട്ടവും അവർ സ്വന്തമാക്കിയിരുന്നു. ഓസ്ട്രേലിയയിലെ ബോണ്ടി ബീച്ചിൽ ഹനുക്ക ആഘോഷത്തിനിടെ നടന്ന കൂട്ടവെടിവെപ്പിൽ കൊല്ലപ്പെട്ടവരെ അനുസ്മരിച്ച് യുകെയിലെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിച്ചു. ആക്രമണത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 15 പേർ കൊല്ലപ്പെട്ടതായി അധികൃതർ അറിയിച്ചിരുന്നു. യഹൂദ സമൂഹത്തെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഹനുക്ക ആഘോഷങ്ങൾ ആരംഭിക്കുന്ന പശ്ചാത്തലത്തിൽ ഇംഗ്ലണ്ടിലും സ്കോട്ട്ലാൻഡിലും ഉൾപ്പെടെ യഹൂദ സമൂഹങ്ങൾക്കിടയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചതായി പോലീസ് സേനകൾ അറിയിച്ചു. ലണ്ടൻ നഗരമധ്യത്തിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷന് മുന്നിൽ ഞായറാഴ്ച വൈകുന്നേരം നടന്ന അനുസ്മരണ ചടങ്ങിൽ ഏകദേശം 100ഓളം പേർ പങ്കെടുത്തു. ബ്രിട്ടീഷ്, ഇസ്രായേൽ പതാകകൾ വീശിയെത്തിയവർ സ്റ്റോപ്പ് ദി ഹെയ്റ്റ് എന്ന സന്ദേശമുള്ള ബോർഡുകളും ഉയർത്തി. അതേസമയം ഗ്രാഫൽഗർ സ്ക്വയറിലും ഉത്സവത്തിന്റെ ആദ്യ ദിനം ആചരിച്ച് വലിയ മെനോറ തെളിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ലണ്ടനിൽ നടന്ന ഹനുക്ക ആഘോഷങ്ങളിൽ സംഗീതത്തോടും നൃത്തത്തോടും കൂടി 100കണക്കിന് പേർ പങ്കെടുത്തു. സുരക്ഷാ കാരണങ്ങളാൽ ഇവിടെ എല്ലാ പോലീസ് സാന്നിധ്യവും വർദ്ധിപ്പിച്ചിരുന്നു. അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ പെട്രോൾ, ഡീസൽ വാഹനങ്ങളുടെ വിൽപ്പന നിരോധിക്കുന്ന നിയമം റദ്ദാക്കുമെന്ന് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെവി ബെൻഡോക്ക് പ്രഖ്യാപിച്ചു. സൺഡേ ടെലിഗ്രാഫിൽ എഴുതിയ ലേഖനത്തിലൂടെയാണ് അവർ ഈ നിലപാട് വ്യക്തമാക്കിയത്. 2030 മുതൽ യുകെയിൽ വിൽക്കുന്ന എല്ലാ പുതിയ കാറുകളും ഇലക്ട്രിക് അല്ലെങ്കിൽ ഹൈബ്രിഡ് ആയിരിക്കണമെന്നതാണ് നിലവിലെ സീറോ എമിഷൻ വാഹന മാൻഡേറ്റ്. 2050 നെറ്റ് സീറോ ലക്ഷ്യം കൈവരിക്കുവാനുള്ള സർക്കാർ പദ്ധതിയുടെ ഭാഗമായാണ് ഈ നിയമം കൊണ്ടുവന്നത്. എന്നാൽ ഈ നിയമം നല്ല ഉദ്ദേശത്തോടെയല്ലെങ്കിലും അവസാനം രാജ്യത്തിന്റെ വ്യവസായ മേഖലയെ ദുർബലപ്പെടുത്തുന്ന ഒന്നാണ് എന്നാണ് ബാൻഡോക്കിന്റെ വിമർശനം. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് ബാൻഡോക്കിന്റെ പ്രസ്താവന വരുന്നത്. പെട്രോൾ, ഡീസൽ വാഹന നിരോധനവുമായി ബന്ധപ്പെട്ട് യൂറോപ്യൻ യൂണിയൻ പദ്ധതികൾ ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് മെലോണി ഇതിനോടകം യൂറോപ്യൻ യൂണിയനിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. 4 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം ചാനൽ കടന്ന 700ലധികം കുടിയേറ്റക്കാർ യുകെയിലെത്തിയതായി ഹോം ഓഫീസ് വ്യക്തമാക്കി. 11 ചെറുവള്ളങ്ങളിലായി 737 പേരാണ് കഴിഞ്ഞ ദിവസം ഡോവർ തുറമുഖത്തെത്തിയത്. ഇതോടെ ഈ വർഷം ഇതുവരെ ചാനൽ കടന്ന് യുകെയിലെത്തിയവരുടെ എണ്ണം 40,029 ഇത് 2024 മുഴുവൻ വർഷത്തെ കണക്കായ 36,816 മറികടക്കുന്നതാണ്. മോശം കാലാവസ്ഥ കാരണം ഡിസംബർ മാസങ്ങളിൽ സാധാരണയായി കുടിയേറ്റ യാത്രകൾ കുറവായിരിക്കാറുണ്ട്. ഇതാണ് കഴിഞ്ഞ ആഴ്ചകളിലെ ഇടവേളയ്ക്ക് പ്രധാന കാരണമായതെന്നാണ് വിലയിരുത്തൽ. ചെറുവള്ളങ്ങളിലൂടെയുള്ള കുടിയേറ്റം തടയുന്നതിനായി സർക്കാർ അടുത്ത കാലത്ത് നടപടികൾ ശക്തമാക്കിയെങ്കിലും അവയ്ക്ക് ഉടൻ തന്നെ ഫലം കാണാനാവില്ലെന്നാണ് സൂചന. യൂറോപ്യൻ മനുഷ്യാവകാശ കൺവെൻഷനിൽ പരിഷ്കാരങ്ങൾ വരുത്തി അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നത് എളുപ്പമാക്കുവാനുള്ള ചർച്ചകൾക്കായി ഉപപ്രധാനമന്ത്രി ഡേവിഡ് ലാമി കഴിഞ്ഞയാഴ്ച മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലെ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 4 വയസ്സുകാരനായ മകനെ കൊലപ്പെടുത്തിയ കേസിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ അഗാൻഷ ആദികാരിനെ മാനസിക രോഗത്തിന് ചികിത്സ നൽകുവാൻ ഉത്തരവിട്ട് കോടതി. കൃത്യം ചെയ്യുമ്പോൾ പ്രതിക്ക് മാനസിക വിഭ്രാന്തി അനുഭവപ്പെട്ടിരുന്നുവെന്ന സൈക്രാറ്റിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് റീഡിംഗ് ക്രൌൺ കോടതിയുടെ വിധി. ജൂൺ 10 കേസിനാസ്പദമായ സംഭവം നടന്നത്. മെയ്ഡൻ ഹെഡിലെ ഡൻഹോമിലുള്ള വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകൻ അഗസ്ത്യ ഹെഗിഷ്തയെ അഗാൻഷ 11 തവണ കുത്തിയാണ് കൊലപ്പെടുത്തിയത്. കൊലപാതകത്തിന് ശേഷം മകന്റെ മൃതദേഹം കുളിമുറിയിൽ വയ്ക്കുകയും പ്രതി ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. പക്ഷേ ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു. തുടർന്ന് വൈകിട്ട് 6 മണിയോടെ രക്തം പുരണ്ട വസ്ത്രങ്ങളോടെ അഗാൻഷ ബ്രസീൽ യാത്ര ചെയ്ത് സെന്റ് മാർക്ക് കമ്മ്യൂണിറ്റി ഹോസ്പിറ്റലിലെത്തി തൻ മകനെ കൊന്നുവെന്ന് ഡോക്ടർമാരുടെ വെളിപ്പെടുത്തിയതോടെയാണ് കൊലപാതക വിവരം പുറത്തറിയുന്നത്.
യുഗ്മ നാഷണൽ ട്രഷറർ ഷിജു വർഗീസിന്റെ മാതാവും ഈസ്റ്റ് ചേരാനെല്ലൂർ തേലക്കാടൻ പരേതനായ വർഗീസിന്റെ ഭാര്യയുമായ മേരി വർഗീസ് നിര്യാതയായി. 82 വയസ്സായിരുന്നു. ജോഷി, ഷാജി, ജിജി, ജോജു, ഷിജു, ഷീമോൻ, ജോമോൻ എന്നിവർ മക്കളാണ്. മിനി, സെബാസ്റ്റ്യൻ, ജിൻസി, രഞ്ജിത, നാൻസി, ഷാജു, അലക്സി എന്നിവർ മരുമക്കളാണ്. തിങ്കളാഴ്ച വൈകുന്നേരം ഈസ്റ്റ് ചേരാനെല്ലൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലാണ് സംസ്കാരം. ഷിജു വർഗീസിന്റെ മാതാവിന്റെ നിര്യാണത്തിൽ യുഗ്മ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ, സെക്രട്ടറി ജയകുമാർ നായർ, PRO കുര്യൻ ജോർജ്, യുഗ്മ ചാരിറ്റി ഫൗണ്ടേഷൻ വൈസ് ചെയർമാൻ അലക്സ് വർഗീസ്, യുഗ്മ ന്യൂസ് ചീഫ് എഡിറ്റർ സുജു ജോസഫ്, ദേശീയ സമിതി അംഗം ബിജു പീറ്റർ, നോർത്ത് വെസ്റ്റ് റീജിയണൽ പ്രസിഡന്റ് ഷാജി വരാക്കുടി, സെക്രട്ടറി സനോജ് വർഗീസ്, ട്രഷറർ ഷാരോൺ ജോസഫ്, വാലന്റീർ മലയാളി അസോസിയേഷൻ പ്രസിഡന്റ് സുനിൽ മാത്യു, സെക്രട്ടറി ദീപക് ജേക്കബ് തുടങ്ങിയവർ അനുശോചനം രേഖപ്പെടുത്തി. മൂന്നാം ട്വന്റി-ട്വന്റിയിൽ ഇന്ത്യയ്ക്ക് വിജയം. 7 വിക്കറ്റിനാണ് ഇന്ത്യ വിജയിച്ചത്. ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ 151 റൺസ് വിജയ ലക്ഷ്യം 15 ഓവർ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മറികടന്നു. ഇന്ത്യയ്ക്ക് വേണ്ടി അഭിഷേക് ശർമ്മ, ശുഭ്മാൻ ഗിൽ, തിലക് വർമ്മ എന്നിവർ തിളങ്ങി. നേരത്തെ ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ദക്ഷിണാഫ്രിക്ക 117 റൺസിന് ഓൾ ഔട്ടായിരുന്നു. ബൌളർമാരുടെ മികച്ച പ്രകടനമാണ് ദക്ഷിണാഫ്രിക്കയെ ചെറിയ സ്കോറിൽ ഒതുക്കുവാൻ ഇന്ത്യയെ സഹായിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് ശേഷമുള്ള ആദ്യ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന്. പാർട്ടി നേരിട്ട തിരിച്ചടി വിലയിരുത്തുന്നതിനാണ് യോഗത്തിലെ പ്രധാന അജണ്ട. തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി ഏത് രീതിയിൽ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന കാര്യവും ചർച്ച ചെയ്യും. നാളെ LDF യോഗവും ചേരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഏത് രീതിയിൽ മുന്നണി മുന്നോട്ട് പോകണമെന്നായിരിക്കും LDF യോഗത്തിൽ ചർച്ചയാവുക. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ മന്ത്രിമാരെ സംരക്ഷിക്കുവാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. മുൻ മന്ത്രിമാരുടെ പങ്ക് വ്യക്തമായി കഴിഞ്ഞതാണെന്നും കോടിക്കണക്കിന് ഭക്തരുടെ മനസ്സിനെ മുറിവേൽപ്പിച്ച സംഭവമാണിതെന്നും അദ്ദേഹം ആരോപിച്ചു. കോൺഗ്രസ് മുതിർന്ന നേതാവ് പ്രിയങ്ക ഗാന്ധി MP-യുമായി കൂടിക്കാഴ്ച നടത്തി. രാഷ്ട്രീയജ്ഞനും ജൻസുരാജ് പാർട്ടി സ്ഥാപകനുമായ പ്രശാന്ത് കിഷോർ. ഡൽഹിയിൽ വെച്ചായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിയും കോൺഗ്രസും തകർന്നടിഞ്ഞ കാഴ്ചയിലായിരുന്നു കണ്ടത്. ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്ന ഏകദേശം 1 മാസത്തിന് ശേഷമാണ് ഈ കൂടിക്കാഴ്ച. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.